നിൽക്കട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷം നമുക്കൊരുമിച്ചായിരിക്കാൻ ഈ സമയം കർത്താവ് നൽകി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. ഒരു ചെറിയ ചിന്ത നിയമങ്ങളുമായി പങ്കുവെച്ച് ഇന്ന് രാത്രിയിൽ ഈ സമയം പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവ് ഇഷ്ടപ്പെടും. അതിനാധാരമായി യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവെ, നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇതിനകത്തുനിന്ന് കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ഇതിനകത്തുനിന്ന് ഞങ്ങൾക്ക് ദൈവിക വചനങ്ങളെ കൈമാറുവാൻ അടിയനെ ബലപ്പെടുത്തേണ്ടതിനായി സ്തോത്രം. അത് സംസാരിക്കുന്ന അടിയൻ്റെയും കേൾക്കുന്ന ദൈവജനത്തിൻ്റെയും ജീവിതത്തിന് ഒരു വലിയ വിടുതലായി ആശ്വാസമായി മാറണം. യേശുവിൻ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. യോവേൽ പ്രവചനത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് 2-ാം അധ്യായം. എൻ്റെ ചിന്ത ഇതിലെ 24-25 വാക്യങ്ങളാണ്. അതിലൊന്ന്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. അതായത് അളന്നു കൂടാത്ത ദൈവം അനുഗ്രഹിച്ച് ഇസ്രായേൽ ജനത്തെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. അതായത് ഇടം പോരാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കും, ഇടം പോരാതെ വണ്ണം. അടുത്ത വാക്യം ഇതാണ്, നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന മഹാസൈന്യമായ തുള്ളനും പച്ചപ്പുഴവും വെട്ടിലും തിന്നുകളഞ്ഞ വെട്ടുക്കിളിയും തിന്നുകളഞ്ഞ ഒരു കാലഘട്ടം, ഒരു സംവത്സരം, അത് ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരും. അതായത് നിങ്ങളിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം എൻ്റെ ദൈവം പകരം തരും. ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ എന്തെല്ലാം ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരായിരിക്കാം നിങ്ങൾ. പല സമയങ്ങളിലും നഷ്ടങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത്. കൂടപ്പിറപ്പുകൾ, വേണ്ടപ്പെട്ടവർ, വേണ്ടപ്പെട്ട ജോലി, അർഹിക്കുന്ന പൊസിഷനുകൾ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയേക്കാം. നല്ല സ്നേഹവാക്ക് പറയാനോ സ്നേഹിക്കാനോ ആരും നിങ്ങൾക്കില്ലാതായി പോയേക്കാം. പക്ഷേ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നീ സമയം എന്നെ കേൾക്കുന്ന, ഇന്നീ പ്രഭാതം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കളോട് ഒറ്റ വാക്കിൽ ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ നഷ്ടപ്പെട്ടോ, എവിടെയൊക്കെ നഷ്ടപ്പെട്ടോ, ഇടവും സ്ഥലവും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. കാരണം അതിൽ ഇരട്ടി മടക്കിത്തരാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നിങ്ങൾ സ്തുതിക്കുന്നത്. അതിലും അപ്പുറം എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊന്നാണ്, ദൈവം മടക്കിത്തരുമ്പോൾ എങ്ങനെ മടക്കിത്തരും. മുടിയനായ പുത്രൻ ഭവനത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ബാഹികമായതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ അവൻ്റെ അകത്തെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാകാത്തതായി നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പാഴ് ജീവിതം എന്ന് നിങ്ങൾ പറയുന്ന ആ സമയം, അതൊരു ഗോൾഡൻ ടൈമായി ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. ആ ടൈമിൽ നിങ്ങൾ അനുഭവിച്ച പെയിൻസ്, വേദനകൾ, ഇല്ലായ്മകൾ, തകർച്ചകൾ, പാളിച്ചകൾ എല്ലാം ദൈവം എടുത്തു കളയും. ദൈവം നിങ്ങളെ പുതുക്കത്തിൻ്റെ ആത്മാവ് നൽകി ബ്ലെസ് ചെയ്യും. ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, എവിടെല്ലാം നഷ്ടപ്പെട്ടോ ഇടങ്ങൾ കുറിച്ചുകൊള്ളുക, എവിടെല്ലാം തകർക്കപ്പെട്ടോ ഇടങ്ങൾ കുറിച്ചുകൊള്ളുക. നോക്കുക, യോസേഫിനെ അടിമയായി അങ്ങോട്ട് കൊണ്ടുപോയ ഇശ്മായേല്യർ തന്നെ ജോസഫ് വർഷങ്ങൾക്ക് ശേഷം അപ്പനെ കാണുമ്പോൾ അവൻ നടന്നു വന്ന വഴിയും അവൻ യാത്ര ചെയ്ത വഴിയും അവൻ നാട് കടത്തപ്പെട്ട വഴിയും അവൻ കാണുകയിടയായി.
അവൻ കാണുവാനിടയായി. അവൻ അങ്ങോട്ട് പോയപ്പോൾ അവൻ്റെ നഷ്ടമായിരുന്നു, അവൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടത്തിനായിരുന്നു എന്ന് ചിന്തിച്ചു. പക്ഷെ ദൈവം പറഞ്ഞില്ല, ഇതേ വഴിയിലൂടെ നഷ്ടമെന്ന് പറയുന്ന നീ തന്നെ ദൈവമുണ്ട് സ്പഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വരും. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, ദൈവിക പദ്ധതി നിൻ്റെ മേൽ കിടന്നിട്ടും, ദൈവിക വിടുതൽ നിൻ്റെ മേൽ കിടന്നിട്ടും നീ തകർച്ച അനുഭവിക്കുന്ന വ്യക്തിയാണോ? പാളിച്ചകൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ? ജീവിതത്തിനകത്തൊരു ഉയർച്ചയില്ലാത്ത വ്യക്തിയാണോ? ഇന്ന് രാത്രി ഞാൻ കർത്താവിൽ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ സമയം നിങ്ങളോട് കർത്താവിൽ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്കായി ഇന്ന് രാത്രി ഒരു പുതിയ വഴിയെ തുറക്കുന്നു. ഈ വഴി ഇങ്ങനെയാണ്. അതെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, അതെ, ഇടം പോരാതവണ്ണം അനുഗ്രഹിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടതിനെ മുഴുവൻ മടക്കിത്തരാനൊരു അഭിഷേകം. ഇയ്യോബ് എന്ന ഭക്തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിരുന്നതെല്ലാം ഓരോന്നോരോന്നായി ശത്രുവായവൻ്റെ പ്രവൃത്തി മൂലം അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 7 മക്കളുടെയും ജഡശരീരം തൻ്റെ മുമ്പിൽ കർത്താവ് തൻ്റെ മുമ്പിൽ ദൈവത്തെയും മനുഷ്യരെയും സാക്ഷി നിർത്തി തൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരുമ്പോൾ ഒരടി പോലും ഹൃദയം പതറാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, ഭാര്യ പോലും ദൈവത്തെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞിട്ടും, ഭ്രാന്തനെന്ന് ലോകക്കാർ വിളിച്ചിട്ടും, തനിക്കുണ്ടായിരുന്നതും തനിക്കുണ്ടാകേണ്ടതും എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ മനുഷ്യൻ ജീവിതത്തിൽ തളർന്നില്ല, ആ മനുഷ്യൻ ജീവിതത്തിൽ വിട്ടുകൊടുത്തില്ല. ആ മനുഷ്യൻ ആകെ എടുത്തൊരു തീരുമാനം, ഐ വിൽ ഗെറ്റ് മോർ ഡീപ്പർ, ഐ മേക്ക് മോർ ഡീപ്പർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായി ഞാൻ ഇനിയും ശക്തമായ റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. ഇന്ന് രാത്രി, ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കളോട് ഞാൻ ആത്മമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ടൊരു വാക്ക് പറയുകയാണ്. നഷ്ടബോധമുണ്ട്, അതെല്ലാവർക്കുമുണ്ട്. നഷ്ടബോധമുണ്ട്, വേദനയുടെ അവസ്ഥകളുണ്ട്, ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിന്നയുടെയും കാലഘട്ടങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയുകയാണ്, എന്തൊക്കെ നഷ്ടപ്പെട്ടോ, ഇയ്യോബേ, നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മുഴുവൻ നിനക്ക് തിരിച്ചു തരുന്നൊരു ദിവസമുണ്ട്. അതുപോലെ ഇന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയും, എവിടെയൊക്കെ നഷ്ടപ്പെട്ടോ, എവിടെയെല്ലാം നീ തകർച്ച അനുഭവിച്ചോ, എവിടെയെല്ലാം നീ പാളിച്ചകൾ അനുഭവിച്ചോ, എവിടെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇളിപ്യരായോ, നിന്ദിതരായോ, വേദന അനുഭവിച്ചോ, ഇന്ന് അവിടെയെല്ലാം ദൈവം നിങ്ങൾക്കായി വഴി തുറക്കാൻ പോവുകയാണ്. ഇത് നഷ്ടപ്പെട്ടവൻ്റെ സമയമല്ല, ഇത് തിരിച്ചു പിടിക്കുന്നവൻ്റെ സമയമാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് സമയം കളയാൻ എനിക്കിനി ഇല്ല. എനിക്കുള്ളത് കർത്താവ് എനിക്ക് തന്നതിൽ സന്തോഷിക്കാനുണ്ട്. നഷ്ടപ്പെട്ട കുടുംബത്തെ ഓർത്തോ, നഷ്ടപ്പെട്ട വ്യക്തികളെ ഓർത്തോ കരയരുത്. നിനക്ക് ലഭിച്ച ഒരു കുടുംബമുണ്ട്, അതിനെ ഓർത്ത് സന്തോഷിക്കുക. നഷ്ടപ്പെട്ട നന്മകളെ ഓർത്ത് കരയരുത്. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്ത് കരയുക, സന്തോഷിക്കുക. അടുത്തൊരു തലമുറയ്ക്ക് എനിക്ക് പകരാനുള്ളത് ഒറ്റ വാക്കാണ്, പിതാക്കന്മാരെ പോലെയല്ല, അപ്പന്മാരും അമ്മമാരും ചെയ്ത വഴിയല്ല ദൈവം നിനക്കായി ഒരുക്കിയ പദ്ധതിയിലേക്ക് ഓടിക്കേറാൻ. ദൈവം നിനക്കായി ഒരുക്കിയ ആ വലിയ വലിയ മടക്കിത്തരലിൻ്റെ സീസണ്, ഞാൻ ആ സീസണെ വിളിക്കുന്ന പേരാണിത്, പേ ബാക്ക് സീസൺ. ദൈവം മടക്കിത്തരുന്ന വർഷം, ദൈവം മടക്കിത്തരുന്ന കാലഘട്ടം. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, നഷ്ടപ്പെട്ടതിനെ മുഴുവൻ കൂട്ടമായി മടക്കിത്തരുന്നൊരു വർഷം നിനക്ക് മുമ്പിൽ തുറക്കുകയാണ്. ആമേൻ. അപഹരിക്കപ്പെട്ടതിനെ മുഴുവൻ നിൻ്റെ മുമ്പിലേക്ക് മടക്കിത്തരാനുള്ളൊരു കാലഘട്ടം തുറന്നു വരികയാണ്. ഇല്ലാതായി പോയതിനെ മുഴുവൻ വിളിച്ചു വരുത്തുന്നൊരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ട നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി. എൻ്റെ ദൈവം മടക്കിത്തരുന്ന ദൈവമാണ്. നഷ്ടപ്പെട്ടതിനെ മുഴുവൻ ഓരോന്നോരോന്നായി കണക്കെണ്ണി എൻ്റെ തമ്പുരാൻ മടക്കിക്കൊണ്ടുവരുന്നതിനായി സ്തോത്രം പറയുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഞങ്ങളുടെ പേ ബാക്ക് സീസണാണ്. ഞങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെട്ട, നഷ്ടപ്പെട്ട, പോയ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു. വിടുതലിനെ ഞങ്ങൾ ചെയ്താട്ടെ. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.